അഫാനെ കൊണ്ടുള്ള തലവേദന ഒഴിയാതിരിക്കുകയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ പോലീസ് ഉദ്യോഗസ്ഥരെ. കാരണം ആദ്യം അഫാനെ ജയിലിലാക്കിയ സമയത്ത് അഫാൻ ആവശ്യപ്പെട്ടിരുന്നത് എനിക്ക് ബിരിയാണി വേണം, എനിക്ക് തറയിൽ കിടക്കാൻ കഴിയില്ല, അങ്ങനെ ഒരുപാട് ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അഫാൻ അടുത്ത ഡിമാൻഡ് വെക്കുന്നത് എനിക്ക് എൻ്റെ വീട്ടുകാരെ കാണണം, എനിക്ക് എൻ്റെ ഉമ്മയെ കാണണം തുടങ്ങിയ ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ശരിക്കും ഒരു എന്താണ് ആളുടെ മാനസികാവസ്ഥയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മേ ബി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ആളൊരു മാനസിക രോഗിയാണെന്ന് കാണിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പറ്റിപ്പോയ തെറ്റാണ്, നിഷ്കളങ്കരാണ് തുടങ്ങിയ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ നമ്മൾ ശരിക്കും കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്വന്തം വീട്ടുകാരെ തന്നെ 5 പേരെയാണ് ആള് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 4 പേര് മരണപ്പെടുകയും ആളുടെ അമ്മ ഇപ്പോഴും ആശുപത്രി വാസത്തിലാണ്. അപ്പം നമുക്കിത് കേൾക്കുമ്പോൾ ആദ്യമേ ആരാണല്ലോ ഓർക്ക് ഇവനെന്താ മാനസിക രോഗമാണോ എന്ന് തന്നെ ചോദിക്കുള്ളൂ. കാര്യം വീട്ടുകാരെ കൊലപ്പെടുത്തിയതിന് ശേഷം വീട്ടുകാരെ കാണണമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പം അതൊരു കാര്യം. പിന്നെ അത് മാത്രമല്ല, ഒരു കുറ്റവാളിയാണ് ഇത്രയും നാളുകളായിട്ട് തുടക്കം മുതൽക്കേ ഓരോ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. അതും പോലീസിൻ്റെ ഇടയ്ക്കാണ് ഡിമാൻഡ്സ് വെക്കുന്നത്. ഇഷ്ടപ്പെട്ട ഫുഡ്, കിടക്കുന്നതിനാണെങ്കിലും എല്ലാം ഓരോ സൗകര്യങ്ങളും. അപ്പം നമ്മൾ ഇതേ ടോപ്പിക്ക് തന്നെ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇതിൻ്റെ തുടക്കത്തിൽ ഇത്തരത്തിലുള്ള ഡിമാൻഡ്സ് വെച്ച സമയത്ത് നമ്മൾ സംസാരിച്ചായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ അഫാനെ വിഷമിപ്പിക്കാതെ നമുക്ക് തെളിവെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൻ്റെ ആണെങ്കിൽ ഉദ്ദേശം. അപ്പം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക, തൃപ്തിപ്പെടുത്തി കാര്യങ്ങൾ അറിയാന്നുള്ള എന്തോ ഒരു ഉദ്ദേശം അത് തന്നെയാണ് പോലീസ് ഫോളോ ചെയ്യുന്നത്. ആള് പറയുന്ന എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വീട്ടുകാരെ കാണിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോഴും പറയുന്നുണ്ട് അഫാൻ, ഞാൻ എൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തുമെന്ന രീതിയിൽ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആള് 2 പേരെ, അതായത് ഈ അന്ന് ആ കൂട്ടക്കൊലപാതകം നടക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ആള് മറ്റു 2 പേരെയും കൂടി കൊലപ്പെടുത്താൻ പ്ലാൻ ഉണ്ടായിരുന്നു. ബന്ധുക്കളായിട്ടുള്ള 2 പേരെയും കൊലപ്പെടുത്താൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ കൊല ചെയ്യാൻ സാധിച്ചില്ല. അഫ്സാനെയായിരുന്നു, അതായത് അനുജനായിട്ടുള്ള അഫ്സാനെയായിരുന്നു ഏറ്റവും ലാസ്റ്റ് അഫാൻ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഏറ്റവും സ്നേഹിക്കുന്ന അഫ്സാനെ കൊലപ്പെടുത്തിയപ്പോൾ തനിക്ക് പറ്റാതെയായി, ഇനി ഒന്നിനും പറ്റത്തില്ല, ആള് തളർന്നു പോയ ഒരു അവസ്ഥയിലേക്ക് വന്നു എന്ന് പറയും. അവരുടെ ഫേസ് കണ്ടപ്പോൾ, അതായത് സഹോദരനെയും സ്നേഹിച്ച പെൺകുട്ടിയും കൊലപ്പെടുത്തുന്ന സമയത്തായിരുന്നു അവരുടെ ഫേസ് കണ്ടപ്പോൾ, അവരുടെ ഒരു ഇത് കണ്ടപ്പോൾ തളർന്നു പോയെന്നുള്ളത്. പിന്നെ ആ 2 ദൗത്യം ഒഴിവാക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ആൾ ഇനിയും പുറത്തേക്ക് ഇറങ്ങിയാൽ ആൾ ഇനിയും കൊല ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടിട്ടാണ് പോലീസ് ആ ഒരു ആവശ്യത്തിനെ മാറ്റി നിർത്തുന്നത്. ഇനി അത് പറ്റില്ല, നിനക്ക് ആ ഒരു ആവശ്യം മാത്രമേ, അതായത് ആ ആളെ ഇനിയും ഭയക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഇത്രയും വലിയൊരു കുറ്റം ചെയ്ത ആളെ ഇനിയും പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ആൾക്കാർ എന്തായാലും ഈ 4 പേരെയും 5 പേരെയും കൊലപ്പെടുത്തിയ സ്ഥിതിക്ക് അതിന് വേണ്ട തക്കതായിട്ടുള്ളൊരു ശിക്ഷ കൊടുത്ത് ജയിലിലാക്കുക, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നടപടികൾ നടത്തുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ ഇത്രത്തോളം പോലും ഇപ്പം കുറേ അധികമായിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും ഡിമാൻഡ്സും അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട് പോലീസുകാരാണെങ്കിലും ആവശ്യത്തിന്. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം ഇതിങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാ കേസുകളും തള്ളിക്കളയുന്നത് പോലെ ഈ കേസും അങ്ങനെ ഒരു തള്ളിക്കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഒരു നീക്കുപോക്കും കണ്ടിട്ട്. ഇപ്പോൾ ഒരു മൊഴി എടുക്കുന്ന സമയത്ത് അഫാനെയും അഫാന്റെ പിതാവ് റഹീമിനെയും കൂടി ഒരുമിച്ചിരുത്തിയായിരുന്നു ആ ഒരു മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് പിതാവ് അഫാനെ കാണുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു മീറ്റിംഗ് അവിടെ ഉണ്ടായി. പക്ഷെ അവർ തമ്മിൽ വലിയ ബോണ്ടിങ് ഒന്നും, വലിയ സംസാരമൊന്നും ഉണ്ടായില്ല. പക്ഷെ പിതാവ് ചോദിച്ചത്, നീ എല്ലാം തകർത്ത് കളഞ്ഞില്ലേടാ എന്ന ഒരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം ആ പിതാവ് ഇതിനു മുമ്പും പറയുന്നുണ്ടായിരുന്നു, ഇതിന് മാത്രം എവിടെ നിന്നാണ് 65 ലക്ഷം രൂപയുടെ കടബാധ്യത വന്നത് എവിടെ നിന്നാണെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഈ പിതാവിന് എന്തൊക്കെയോ സാമ്പത്തിക പ്രതിസന്ധികളും മറ്റു പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ വീട്ടുകാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരുന്നു എന്നുള്ളതും ഈ പിതാവ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ്, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ തന്നെ ഇവിടെ എന്താണ് നടക്കുന്നതെന്നും അയാൾ അറിയാത്തൊരു സാഹചര്യമാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതായത് അന്ന് ആ കൊലപാതകം നടക്കുന്ന ആ ഒരു ദിവസം മാത്രം അഫാന് കൊടുക്കാനുണ്ടായിരുന്നത് 50,000 രൂപയായിരുന്നു. ബാക്കി കടക്കാരെല്ലാം വരുന്നതിന് മുന്നേ ആയിരുന്നു ഈ ഒരു കൊലപാതകങ്ങളെല്ലാം നടത്തിയത്. അതിനുശേഷം ഈ പിതാവ് ഇതുപോലെ ചോദിച്ചപ്പോൾ അഫാൻ നൽകിയ മറുപടി എന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ അനിയനും എൻ്റെ ഉമ്മയും തെണ്ടുന്നത് കാണാനുള്ള ത്രാണിയില്ല, അതുകൊണ്ടാണ് ഞാൻ കൊലപ്പെടുത്തിയതെന്ന്. അങ്ങനെ ഒരു മറുപടിയായിരുന്നു അഫാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ഉമ്മയുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഉമ്മ ഇപ്പോഴും അഫാനെ കാണണമെന്ന രീതിയിലാണ് പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. മൊഴിയെടുക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ അഫാനെ സംരക്ഷിക്കാൻ. ഇപ്പോൾ ആ മൊഴിയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് അഫാൻ തന്നെയാണ് എന്നെ ആക്രമിച്ചത്, അഫാനായിരുന്നു ആദ്യം എന്നെ കുരുക്കിടുകയും അതിനുശേഷം എനിക്ക് ബോധം വന്നതിന് ശേഷം തലയ്ക്ക് ചുറ്റുകയിട്ട് അടിക്കുകയും ആയിരുന്നു
എന്നാണ് ഇപ്പോൾ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. പക്ഷേ ഈ മൊഴി എത്ര നാൾ നിലനിൽക്കുമെന്ന് നമുക്കറിയില്ല. കാരണം ആദ്യമൊക്കെ മകനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മയെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് കോടതിയിൽ എത്തുമ്പോൾ മാറിക്കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നമാണ്. കാര്യം എല്ലായിടത്തും തെളിവും എവിഡൻസ് ആണ് എല്ലാത്തിനും അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ എന്തും നടക്കുള്ളൂ. ഇപ്പോൾ ഇവർ തന്നെ മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കേസ് നീട്ടി പോവുകയല്ലാതെ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരവും ഒരു ശിക്ഷാവിധികളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കേസിലാണെങ്കിലും ഉമ്മ കുറച്ച് മുമ്പ് വരെയും പറഞ്ഞിരുന്നത് മകനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിക്കുള്ള ആയിരുന്നു. കട്ടിലിൽ നിന്ന് വീണിട്ട് തനിക്ക് മുറിവ് പറ്റിയെന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എന്താ എല്ലാവർക്കും അറിയാം, ലോജിക്കുള്ളവർക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും. ഈ 5 പേരെ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിക്ക് ഉമ്മ കട്ടിലിൽ നിന്ന് വീണ് മരിച്ചെന്നൊക്കെ പറഞ്ഞാൽ എവിടെയാണ് അതിനൊരു അതൊക്കെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ എന്നിരുന്നാൽ കൂടി ഉമ്മ പറഞ്ഞെങ്കിൽ മാത്രമേ അവിടെ അതിനൊരു പ്രസക്തിയുള്ളൂ. ഒരു കുറ്റം ചെയ്തു എന്നുള്ള രീതിക്ക് അവശേഷിക്കുന്ന ഒരാളാണ്, മാത്രമേ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം പിതാവിനായാലും വലുതായിട്ട് ഒന്നും അറിയില്ല വീടിനെ കുറിച്ചിട്ട്, ആൾ പുറത്തായതുകൊണ്ട് തന്നെ മാതാവിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ ഒരു മൊഴിയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും കള്ളത്തരം വന്നാലോ അല്ലെങ്കിൽ ഇതുപോലെ മൊഴി മാറ്റുന്നതോ എല്ലാം അഫാനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കും. ശരിക്കും അവർക്ക് ഇത്രയും കടം വന്നതിൻ്റെ കാരണം എന്താണെന്നറിയില്ല. അന്ന് ആ കൊലപാതകം നടക്കുന്നതിൻ്റെ തലേ ദിവസം അഫാൻ പ്രണയിനിയായിട്ടുള്ള, അതായത് പെൺസുഹൃത്തായിട്ടുള്ള ഫർസാനിൽ നിന്ന് 200 രൂപ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 100 രൂപയ്ക്ക് ആള് അമ്മേനെയും കൊണ്ട് പിറ്റേ ദിവസം ബന്ധു വീട്ടിൽ പോവുകയും 100 രൂപയ്ക്ക് അവർ കടയിൽ കയറിയിട്ട് ദോശ വാങ്ങി കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു സുഹൃത്തിൽ നിന്നും വാങ്ങിയ പണം കൊണ്ടാണ് അഫാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആ പെൺകുട്ടിയെ തന്നെ പിറ്റേ ദിവസം വിളിച്ചു വരുത്തി കൊല ചെയ്യാൻ മാത്രം അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ പെൺകുട്ടിയും ഇതേപോലെ തന്നെ മറ്റ് കടക്കാർ വന്ന് ഇവരെ ശല്യം ചെയ്യുന്നത് പോലെ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് മാല തിരിച്ചു തരണം എന്നുള്ള രീതിക്ക് ഒരു സംസാരവും അതിന്റെ ഒരു ശല്യം ഉണ്ടായിരുന്നു. ശല്യമല്ല, ആ കുട്ടിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് സ്വർണ്ണമാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സ്വർണത്തിന്റെ ഒരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വീട്ടുകാർ അറിയാതായിരുന്നു മാല കൊടുത്തിരുന്നത്. അപ്പൊ പിന്നീട് വീട്ടിൽ ആ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ അതൊരു വിശ്വാസത്തിന്റെ പുറത്ത് കൊടുത്തതാണ്. അപ്പൊ ആ ഒരു വിശ്വാസം തെറ്റുന്നു എന്ന് തോന്നിയപ്പോഴാണ് ചോദ്യങ്ങൾ ഉയർന്നത്. അപ്പൊ ആ ചോദ്യത്തിനൊന്നും ഉത്തരമില്ലാതെ അല്ലെങ്കിൽ അതിനെ തട്ടി കളഞ്ഞു. അപ്പൊ ഈ ചോദ്യം ഒരു ശല്യമാവൂ എന്ന് തോന്നിയപ്പോൾ, കടക്കാരെ പോലെ ശല്യമാകുമെന്ന് തോന്നിയപ്പോഴാണ് ആ പ്രണയിനിയും കൊലപ്പെടുത്താന്നുള്ള രീതിയിലൊക്കെ ചിന്ത പോയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കടക്കാരെയാണെങ്കിലും കടക്കാരുടെ ശല്യം ഈ കൊലപാതക സമയത്ത് ഉണ്ടാവുമെന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് മുളകുപൊടിയും മറ്റും കയ്യിൽ കരുതിയിരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ബാലൻസ് ഉണ്ട്. പക്ഷെ എന്നാൽ കൂടി ഇപ്പോഴും ഈ ഒരു കേസിൽ ഒരു കൃത്യമായിട്ടുള്ള രീതിക്ക് ഒരു എന്താണ് ഇതിനുള്ള കൃത്യമായിട്ടുള്ള ശിക്ഷ വിധി എന്നുള്ള രീതിക്കൊന്നും എത്തിയിട്ടില്ല. ഇപ്പം എന്തായാലും കൂടുതൽ മൊഴികൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. അഫാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായിരുന്നു കൃത്യമായിട്ടുള്ള ഇപ്പോൾ ഒരു കൺക്ലൂഷനിൽ, ഒരു ചെറിയൊരു കൺക്ലൂഷനിൽ എത്തി നിൽക്കുന്നത് സാമ്പത്തിക ബാധ്യത തന്നെയായിരുന്നു പ്രശ്നമെന്നാണ് പോലീസുകാർ ഇപ്പോൾ പറയുന്നത്. കടബാധ്യതയെ ഭയന്നിട്ടായിരുന്നു അഫാൻ ഇത്തരത്തിൽ ചെയ്തത് എന്ന രീതിയിലാണ് എത്തി നിൽക്കുന്നത്. എങ്കിലും ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരേണ്ടിയിരിക്കുന്നുണ്ട്. അത് ഷെമി ആയാലും അല്ലെങ്കിൽ അഫാൻ ആയാലും രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അഫാൻ്റെ ഡിമാൻഡ്സ് ഒന്നും തന്നെ അംഗീകരിക്കാനും കഴിയില്ല. അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ആ ഒരു കേസ് തെളിയിക്കാൻ കഴിയട്ടെ, സത്യങ്ങളെല്ലാം പുറത്തു വരട്ടെ.